അച്ചൻകോവിൽ പ്രിയ എസ്റ്റേറ്റിലെ തൊഴിലാളികളെ എസ്റ്റേറ്റ് മാനേജ്മെന്റ് കള്ളക്കേസിൽ കുടുക്കി പീഡിപ്പിക്കുവാനും പോലീസ് ഉദ്യോഗസ്ഥരെയും ലേബർ ഡിപ്പാർട്ട്മെന്റിനെയും തെറ്റിദ്ധരിപ്പിക്കാനുമുള്ള ശ്രമത്തിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് BMS രംഗത്ത്. ജില്ലാ പ്ലാന്റേഷൻ ഫോറസ്റ്റ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ BMS നേതാക്കൾ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. സർക്കാരിനെയും ലേബർ ഡിപ്പാർട്ട്മെന്റിനെയും പോലീസ് ഡിപ്പാർട്ട്മെന്റിനെയും ഒക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചില യൂണിയനുകളുമായിട്ട് ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കി. അത് ലേബർ ഡിപ്പാർട്ട്മെന്റിനെ പറ്റിയ ഒരു അബദ്ധമായിട്ട് പിന്നീട് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടു. ഈ സെറ്റിൽമെന്റ് ടോൾ സെറ്റിൽമെന്റ് നിയമ നിഷേധമായാൽ അല്ല നിയമത്തിന് മുമ്പ് നിലനിൽക്കാത്താകിയാൽ അത് റദ്ദ് ചെയ്യണം ഒന്നുകിൽ, അല്ലെങ്കിൽ BMS അംഗങ്ങളായിട്ടുള്ള 56 തൊഴിലാളികൾക്ക് ഇത് ബാധകമല്ലാതാക്കണം. ഈ രണ്ട് ഡിമാൻഡുകൾ മുന്നോട്ട് സർക്കാരിനും ലേബർ ഡിപ്പാർട്ട്മെന്റിനും നമ്മൾ കൊടുത്തു കഴിഞ്ഞു. മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെയുള്ളവർക്ക് നമ്മൾ അപ്പീലും കാര്യങ്ങളും കൊടുത്തു. 1996 മുതൽ ഒരു വർഷത്തോളം ശമ്പള കുടിശ്ശികയും മുൻ വർഷങ്ങളിലെ ബോണസ് കുടിശ്ശികയും നിലനിൽക്കെ തൊഴിലാളികൾക്ക് കുടിശ്ശിക തീർത്ത് ശമ്പളം 1997 ഒക്ടോബർ 1-ാം തീയതി കൊടുക്കാമെന്ന് പറയുകയും ഒക്ടോബർ 4-ാം തീയതി യാതൊരു മുന്നറിയിപ്പും കൂടാതെ എസ്റ്റേറ്റ് ഓഫീസ് അടച്ചുപൂട്ടുകയുമായിരുന്നു. അന്നത്തെ മാനേജിംഗ് ഡയറക്ടറുടെ മരണത്തെ തുടർന്ന് പ്രിയ എസ്റ്റേറ്റ് മാനേജ്മെന്റ് ഭാഗത്തു നിന്നും ആരും തന്നെ ഈ എസ്റ്റേറ്റിൽ എത്തിയിരുന്നില്ല. ഈ കാലയളവിൽ പട്ടിണി മരണങ്ങൾ വരെ ഈ എസ്റ്റേറ്റിൽ നടന്നതായാണ് BMS ഭാരവാഹികൾ പറയുന്നത്. പ്രിയ എസ്റ്റേറ്റിൽ തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങളും തൊഴിലാളി കൃഷി ചെയ്തു വരുന്ന സ്ഥലവും ശ്മശാനവും ഒഴിവാക്കി ബാക്കി സ്ഥലം വനം വകുപ്പ് EFL ആയി ഏറ്റെടുത്തിട്ടുള്ളതാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ തോട്ടത്തിൽ 40ഓളം തൊഴിലാളി കുടുംബങ്ങൾ കൃഷി ചെയ്ത് ഉപജീവനമാർഗം നടത്തിവരികയായിരുന്നു. 2011 വർഷത്തിൽ മുൻ മാനേജ്മെന്റിന്റെ അനന്തരാവകാശിയായ പുതിയ മാനേജിംഗ് ഡയറക്ടർ എസ്റ്റേറ്റിലെത്തിയ ശേഷം ഇവിടെ താമസിച്ചു വന്നിരുന്ന തൊഴിലാളി കുടുംബങ്ങളെ പലതരത്തിൽ പീഡിപ്പിക്കുവാൻ തുടങ്ങി. ഇതിനുശേഷം ലേബർ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഒരു സെറ്റിൽമെന്റ് 27/7/2011 മാനേജ്മെന്റ് പ്രിയ എസ്റ്റേറ്റിൽ മുൻപ് പ്രവർത്തിച്ചിരുന്ന ചില യൂണിയനുകളുമായി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ യൂണിയനുകൾക്കും നോട്ടീസ് നൽകണമെന്നിരിക്കെ BMS യൂണിയന് മാത്രം നോട്ടീസ് നൽകിയതുമില്ല. പ്രിയ എസ്റ്റേറ്റിലെ തൊഴിലാളികളുടെ ബോണസ് ചർച്ചയ്ക്കായി 27/5/2011 അതിനു മുൻപും ലേബർ ഡിപ്പാർട്ട്മെന്റ് അയച്ച നോട്ടീസിൽ BMS യൂണിയൻ കക്ഷിയായിരിക്കെ 27/7/2011 നടന്ന സെറ്റിൽമെന്റ് ചർച്ച BMSനെ അറിയിച്ചിരുന്നില്ല. 15 വർഷങ്ങളായി തോട്ടത്തിൽ താമസിച്ച് കൃഷി ചെയ്തു ജീവിക്കുന്ന തൊഴിലാളികളെ ഒഴിവാക്കി പുറത്തുനിന്നും ആളെ ഇറക്കി ജോലി ചെയ്യിക്കുവാൻ ശ്രമിച്ച് പ്രകോപനം ഉണ്ടാക്കുകയാണ് മാനേജ്മെന്റ്. ഹൈക്കോടതി ഉത്തരവിൽ തൊഴിലാളികളുടെ കൈവശമിരിക്കുന്ന ഭാഗത്തു നിന്നും ഇവരെ ഒഴിപ്പിക്കരുതെന്ന് വ്യക്തമാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ മാനേജ്മെന്റ് തൊഴിലാളി കുടുംബങ്ങൾ കൃഷി ചെയ്തു വരുന്ന 7000-ൽ പരം ഏത്തവാഴയും കപ്പവാഴയും വെട്ടിനശിപ്പിക്കുകയും പല ക്രിമിനൽ കേസുകളിൽ കുടുക്കിയും സാമ്പത്തികമായും മാനസികമായും ശാരീരികമായും ഇവിടുത്തുകാരെ പീഡിപ്പിക്കുകയാണ്. ഇക്കാര്യങ്ങൾ മനസ്സിലാക്കി തൊഴിൽ വകുപ്പ് മന്ത്രാലയത്തിന്റെയും മുഖ്യമന്ത്രിയുടെയും ഇടപെടൽ ഉണ്ടാകണമെന്ന് പ്രിയ എസ്റ്റേറ്റിൽ നിലനിൽക്കുന്ന തൊഴിലാളികൾക്ക് നിയമത്തിന്റെ പരിരക്ഷ നൽകണമെന്നുമാണ് BMSന്റെ ആവശ്യം. BMS കൊല്ലം ജില്ലാ സെക്രട്ടറി T. രാജേന്ദ്രൻ പിള്ള, BMS കൊല്ലം ജില്ലാ പ്ലാന്റേഷൻ ആൻഡ് ഫോറസ്റ്റ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി ഏരൂർ മോഹനൻ, മേഖലാ പ്രസിഡന്റ് സുരേഷ് മോഹൻ, പ്രിയ എസ്റ്റേറ്റ് കൺവീനർ M. സുബ്രഹ്മണ്യം തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ലൈവ് വാർത്ത, പുനലൂർ.